സ്റ്റോറിയൊക്കെ പറഞ്ഞിട്ട് എന്ത് സ്റ്റോറിയാണെന്ന് എല്ലാവരും ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ആദ്യമായിട്ട് സൗദി അറേബ്യ വന്ന സ്റ്റോറി തന്നെ ആദ്യം പറയാം. എല്ലാവരും ആടുജീവിത സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ വിചാരിച്ചു എന്താ പറയുക, ഇങ്ങനെയൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടാകുമോ, ഇങ്ങനെയൊക്കെ രാജ്യത്ത് വന്നിറങ്ങുമ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് അന്ധമായി വന്നിറങ്ങാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചാൽ തീർച്ചയായിട്ടും പറ്റും കേട്ടോ. ഞാൻ 2015 ഒരു നൊയമ്പ് കാലത്ത് മെയ് മാസത്തിലാണ് ഞാനിവിടെ സൗദി അറേബ്യയിൽ ആദ്യമായിട്ട് വന്നത്. അപ്പോൾ ശരിക്കും ഞാൻ വന്നിറങ്ങിയപ്പോൾ എനിക്കും ശരിക്കും പറഞ്ഞാൽ വേറെ ഏതോ ലോകത്തേക്ക് വന്നിറങ്ങുന്ന പോലെയായിരുന്നു. ജോലി തേടിയുള്ള വരവല്ലേ. അപ്പം ഓൾറെഡി എൻ്റെ ഏജൻസിയിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിൻ്റെ നമ്പർ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, നിൻ്റെ കഫീലിന് കൊടുത്തിട്ടുണ്ട്, അവർ നിന്നെ കോൺടാക്റ്റ് ചെയ്യും, ഹോസ്പിറ്റലിൽ നിന്ന് വരും, അപ്പോൾ നീ ഇറങ്ങിയിട്ട് മാറി നിൽക്കണം, നൊയമ്പ് കാലമാണ്, അപ്പം എല്ലാവരും അവരുടെ വർക്കിംഗ് ഒക്കെ തുടങ്ങാൻ കുറച്ച് ലേറ്റാകും, അപ്പോൾ നീ ഒന്ന് കുറച്ച് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. എൻ്റെ വീട്ടിൽ നിന്നൊക്കെ എന്നെ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ദേമാമ എയർപോർട്ടിൽ രാവിലെ 1:30 വന്നിറങ്ങിയ ഞാൻ ഒരു മൂലയ്ക്ക് ഇങ്ങനെ കുത്തിയിരിക്കുകയാണ്. സൗദി അറേബ്യ പോലൊക്കെയുള്ള രാജ്യത്ത് വന്നിറങ്ങുമ്പോൾ, അതും ഒന്നും അറിയാതെ ഒറ്റയ്ക്ക് വന്നിറങ്ങുമ്പോൾ ഉള്ള ഫീലിങ്സ് എന്താണെന്ന് ശരിക്കും അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഒരു മൂലയ്ക്ക് ഇങ്ങനെ കുത്തിയിരിക്കുകയാണ്, ആരെങ്കിലും എവിടുന്നെങ്കിലുമൊക്കെ എൻ്റെ പേര് വിളിക്കുമോ എന്നൊക്കെ ആലോചിച്ചിട്ട്. അപ്പം 1:30 വന്നിറങ്ങി 6:30 അപ്പം നേരം വെളുത്തൊക്കെ തുടങ്ങുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറേ പേര് വന്ന് എൻ്റെ അടുത്ത് എന്തൊക്കെയോ ചോദിച്ചു. വരുന്നിടത്തെല്ലാം ഞാൻ എൻ്റെ പാസ്പോർട്ട് എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ തുടയ്ക്കുന്ന ഒരു ചേട്ടൻ വന്നിട്ട് അടുത്ത് പറഞ്ഞു, മോളെ, അത് ഹിന്ദിയിലാണ് പറഞ്ഞത്, അപ്പം ഹിന്ദിയൊക്കെ കുറച്ച് നമുക്ക് കേട്ടാൽ മനസ്സിലാവുന്നത് കൊണ്ട് പറഞ്ഞു, മോളെ ഈ പാസ്പോർട്ട് ആരും എടുത്ത് കാണിക്കരുത്, ചിലപ്പം അവർ പിടിച്ചുകൊണ്ടൊക്കെ പോകും, അതുകൊണ്ട് പാസ്പോർട്ട് എടുത്ത് കാണിക്കരുതെന്ന് പറഞ്ഞു. ആ ചേട്ടനെ ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. പക്ഷെ പിന്നെ ഞാൻ ആ പാസ്പോർട്ട് ആരെയും കാണിച്ചില്ല, മാറിയിരുന്നു. അപ്പോൾ 6:30 അപ്പോൾ ആരും എന്നെ വിളിക്കുന്നില്ല, എൻ്റെ ഫോണിലേക്ക് ആരും വിളിക്കുന്നില്ല, എന്നെ തിരക്കി ആരും വരുന്നുമില്ല. ഞാൻ എന്ത് ചെയ്യും? എൻ്റെ ഒരു കോൺടാക്ട് നമ്പർ തന്നിട്ടുണ്ട്, അപ്പോൾ അത് കഫീലിൻ്റെ ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ വൈഫൈ കണക്ട് ചെയ്തിട്ട് എങ്ങനെയോ ഞാൻ വിളിച്ചു. ഇന്ത്യൻ നമ്പറിൽ റീചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം വിളിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ ഫോൺ എടുത്തു. എൻ്റെ കഫീൽ ഡോക്ടർ നൂർ മുഹമ്മദ് ഖാൻ ഒരിക്കലും മറക്കത്തില്ല, അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. ആദ്യത്തെ എൻ്റെ കഫീലായിരുന്നു. അപ്പം വിളിച്ചു കഴിഞ്ഞപ്പം ഡോക്ടർ എടുത്തിട്ട് പറഞ്ഞു, വിഷമിക്കേണ്ട, അവിടെ നിന്ന് ഒരാൾ വരും എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ടും ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞ് ഒരു 9:30-10 മണിയായപ്പോഴാണ് എന്നെ വിളിക്കാൻ ആൾ വന്നത്. എൻ്റെ പേരൊക്കെ ഒരു പേപ്പറിനകത്ത് എഴുതിയിട്ട് എന്നെ കാണിച്ചു. ഇതാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതെ ഞാൻ തന്നെയാണ്. എങ്കിൽ വാന്ന് പറഞ്ഞു. എങ്ങനെ കയറും? ഭയങ്കര പേടി. ഒരാൾ വന്നിട്ട് എൻ്റെ പേര് കാണിച്ചു, എന്നെങ്കിൽ പോലും കയറാനൊരു പേടിയുണ്ട്. അപ്പോൾ എൻ്റെ ബ്രദർ എന്നെ കോൺടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് കണക്കൊരാൾ വന്ന് വിളിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, കുഴപ്പമില്ല, കയറിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ആ വണ്ടിയിൽ കയറി. പുള്ളിക്കാരൻ എന്നെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടാക്കി. ബസ് സ്റ്റോപ്പിൽ ടിക്കറ്റൊക്കെ എടുത്തു. അപ്പം എൻ്റെ ലഗേജ് എല്ലാം ബസ്സിൻ്റെ ഒരു അടിയിൽ വെക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ തന്നെ വെച്ചു. എന്നിട്ട് ഞാൻ കയറി അകത്തിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു പർദ്ദ ഇടണമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ബസ് സ്റ്റോപ്പിൽ നിന്ന് തന്നെ ഒരു സ്ഥലത്ത് മാറിയിട്ട് പർദ്ദ എടുത്ത് മേളിൽ കൂടി ഇട്ടിട്ട് ഞാൻ ബസ്സിൽ കയറിയിരുന്നു. ഒന്നും അറിയില്ല. അപ്പം പറഞ്ഞു, എനിക്ക് പേടി. അപ്പം അതുവരെ വന്നപ്പം ആ ഒരു ചേട്ടനെ എനിക്ക് ഭയങ്കരമായിട്ട് വിശ്വാസമായി. അത്രയും നേരത്തെ എന്നെ സേഫായിട്ട് കൊണ്ടാക്കിയില്ലേ. എനിക്ക് അതിനകത്ത് ഒരു വെള്ളമൊക്കെ വാങ്ങിച്ചു തന്നായിരുന്നു. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, ചേട്ടനും കൂടെ വരുമോ? അപ്പോൾ ചേട്ടനൊരു ഹിന്ദിക്കാരനായിരുന്നു. അപ്പോൾ പറഞ്ഞു, അയ്യോ ഇല്ല, എനിക്ക് ഇവിടം വരെ ഉള്ളൂ, ഇത് മാത്രമേ എന്നോട് പറഞ്ഞിട്ടുള്ളൂ, എല്ലാ നഴ്സുമാരും ഇവിടെ വന്ന് ഇറങ്ങുമ്പോൾ ഞാനാണ് ബസ് കയറ്റി വിടാറുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു, അല്ല ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെയാണ് പോകുന്നത്? അതൊന്നും സാരമില്ല, ഡ്രൈവറിനോട് എന്തൊക്കെയോ അറബിയിൽ പറഞ്ഞു, ഈ കുട്ടീനെ എവിടെ ഇറക്കണമെന്നായിരിക്കും പറഞ്ഞേക്കുന്നത്. ഇവിടുന്ന് ദമാമിൽ നിന്ന് ഒരു 6-7 മണിക്കൂർ ദൂരത്തേക്കാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, എങ്ങനെ ഇരിക്കും? അപ്പം പറഞ്ഞു, ഇല്ല ഒന്നും പേടിക്കണ്ട, സേഫായിട്ട് നിന്നെ കൊണ്ടെത്തിക്കും, നിന്നെ അവിടെ ബസ് സ്റ്റോപ്പിൽ നിന്നെ കാത്ത് നിൻ്റെ ഹോസ്പിറ്റലിൻ്റെ ഡ്രൈവർ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഭയങ്കര പേടിച്ചിട്ട് ഞാൻ എനിക്ക് എന്തൊക്കെയോ വെള്ളം കുടിക്കാൻ തോന്നുന്നു. ഫോണിനകത്താണെങ്കിൽ ചാർജ് ഇപ്പോൾ കുറയും, എന്ത് ചെയ്യും? അപ്പം ഞാൻ ഇങ്ങനെ ഒരു മൂലയ്ക്ക് ഇങ്ങനെ ഇരുന്നു. അപ്പം ഡ്രൈവർ എൻ്റെ അടുത്ത് എന്തൊക്കെയോ അറബിയിൽ പറഞ്ഞു, പേടിക്കേണ്ടെന്നൊക്കെ ആയിരിക്കും. ഞാൻ ഇങ്ങനെ ഇരുന്നു. കുറച്ച് നേരം യാത്രയായപ്പം അപ്പുറത്തും ഭയങ്കര മരുഭൂമി. എനിക്ക് പേടിയായി. അപ്പം ഞാൻ വിചാരിച്ചു, ദൈവമേ, എന്നെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇറങ്ങി ഓടുവാണെങ്കിൽ സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടെങ്കിൽ നന്നായിരിക്കുമല്ലോ. പക്ഷെ സർട്ടിഫിക്കറ്റ് താഴെ ബാഗിനകത്തല്ലേ വെച്ചേക്കുന്നത്, എങ്ങനെയായിരുന്നു? പിന്നെ എൻ്റെ അടുത്ത മുന്നിലത്തെ സീറ്റിലെ ഡ്രൈവർ എനിക്ക് തൊടാൻ പറ്റും. ഞാൻ എണ്ണിച്ചെന്നിട്ട് അയാളെ തൊട്ട് വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ബാഗ് എടുക്കണം, എനിക്ക് എൻ്റെ ബാഗ് എടുക്കണം. അപ്പോൾ അയാൾ വിചാരിച്ച്
ബാഗ് എന്ന് പറയുന്നത് എന്തോ സാധനം കഴിക്കാനോ കുടിക്കാനോ ആ ബാഗിനകത്ത് ഉണ്ടായിരിക്കും, അതായിരിക്കും ഇത് പറയണേന്ന് ചോദിച്ചു. അങ്ങനെ കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ നിർത്തിയപ്പോൾ ആളത് തുറന്നിട്ട് എന്നെ കാണിച്ച് എന്തോ എടുക്കണ്ടേ അങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ബാഗ്. എന്നിട്ട് ഞാൻ സർട്ടിഫിക്കറ്റുള്ള ബാഗ് എടുത്തിട്ട് ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ കേശത്തിന് ഓക്കെ എന്ന് പറഞ്ഞു. എന്നിട്ട് കയറിയിരുന്നു. ഞാൻ വിചാരിച്ചു എന്നെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഈ സർട്ടിഫിക്കറ്റും കൊണ്ട് എനിക്ക് ഓടാമല്ലോ, നേഴ്സിംഗ് പഠിച്ചിട്ട് സർട്ടിഫിക്കറ്റ് അല്ലേ, അങ്ങനെ വിചാരിച്ച് ഇങ്ങനെ അത് കൂട്ടിപ്പിടിച്ചെടുത്ത് ഒരു സമയം ഉണ്ടായിരുന്നു. ഇങ്ങനെ 6-7 മണിക്കൂർ ശ്വാസം അടക്കി പിടിച്ച് ഇങ്ങനെ ചുറ്റും നോക്കിയപ്പോൾ ഈ മണൽ കണ്ടപ്പോൾ കൂടുതൽ പേടിയാണ്. മണലിങ്ങനെ കാണുമ്പോഴേ നമ്മളിതൊന്നും കണ്ടിട്ടില്ലല്ലോ, ഈ മണലിങ്ങനെ കൊടുക്കുന്നത് മരുഭൂമി എന്ന് പറഞ്ഞാൽ അടുത്ത് കാണുന്ന ആദ്യമായിട്ടല്ല. അത് ഞാൻ ഇപ്പോഴും ഓർക്കും, എനിക്കിപ്പോഴും ആലോചിക്കുമ്പോൾ പേടിയാണ്. ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരു ബസ്സിൽ ചുറ്റപ്പുറത്തിപ്പുറത്ത് മണൽ സർട്ടിഫിക്കറ്റും കെട്ടിപ്പിടിച്ച് ഞാൻ 6-7 മണിക്കൂർ ഇരുന്ന കാര്യം ഞാൻ ഒരിക്കലും മറക്കത്തില്ല. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും മറക്കാത്തൊരു സംഭവമായിരുന്നു അത്. പിന്നെ ആ ബസ് സ്റ്റോപ്പിൽ എത്തുന്നിടം വരെ എനിക്ക് ശ്വാസം എനിക്കത് ഞാൻ എങ്ങനെ ശ്വാസം എടുത്തിരുന്നു. അതിനിടയ്ക്ക് മൊബൈലൊക്കെ ചാർജൊക്കെ തീർന്നു പോയി, വീട്ടിൽ നിന്നൊക്കെ വിളിക്കുന്നുണ്ടായിരിക്കണം, ചാർജൊക്കെ തീർന്നു, എടുക്കാൻ പറ്റിയില്ല. എന്നാലും എൻ്റെ സേഫായിട്ട് എന്നെ ഹാഫർ അൽബത്തി എന്ന് പറഞ്ഞ ബസ് സ്റ്റോപ്പിനകത്ത് കൊണ്ടെത്തിച്ചു. സത്യമായിട്ടും അവിടെ എത്തിയതിന് ശേഷമുള്ള കഥ പിന്നെ പറയാം.